വിശുദ്ധ പ്ലാസിഡും കൂട്ടരും. വിശുദ്ധ ബെനഡിക്ട് സുബിയാക്കോയിൽ താമസിക്കുമ്പോൾ നാട്ടുകാർ പലരും തങ്ങളുടെ കുട്ടികളെ സംരക്ഷണത്തിന് ഏൽപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. 552 മൗറൂസ് എന്നു പേരുള്ള ഒരു 12കാരനും പ്ലാസിഡ് എന്നു പേരുള്ള ഒരു 7 വയസ്സുകാരനും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കൂടെ താമസിക്കാനിടയായി. ഒരു ദിവസം പ്ലാസിഡ് ആശ്രമത്തിനരികെയുള്ള കുളത്തിൽ വീണു. മുറിയിൽ നിന്ന് കാര്യം ഗ്രഹിച്ച് വിശുദ്ധ ബെനഡിക്റ്റ് മൗറൂസിനോട് ഓടിപ്പോയി പ്ലാസിഡിനെ രക്ഷിക്കാൻ പറഞ്ഞു. മൗറൂസ് ഓടിയെത്തിയപ്പോൾ പ്ലാസിഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മൗറൂസ് കുട്ടിയെ രക്ഷിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സംരക്ഷണത്തിൽ 2 കുട്ടികളും പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. സന്തുഷ്ടനായ ബെനഡിക്റ്റ് 528 പ്ലാസിഡിനെ മൊന്തേ കസിനോയിലേക്ക് കൊണ്ടുപോയി. മെസീനായ്ക്ക് സമീപം വിശുദ്ധ ബെനഡിക്റ്റ് ഒരു പുതിയ ആശ്രമം സ്ഥാപിച്ചു. പ്ലാസിഡിനെ അതിൻ്റെ ആബട്ടായി നിയമിച്ചു. പുതിയ ആശ്രമത്തിന് വേണ്ട സ്ഥലം പ്ലാസിഡിൻ്റെ പിതാവ് തൊഡുർലു ദാനം ചെയ്തതാണ്. 541 ആബട്ട് പ്ലാസിഡ് തന്നെ മെദീനായിൽ ഒരാശ്രമം സ്ഥാപിച്ചു. അന്ന് അദ്ദേഹത്തിന് 26 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രായച്ചിത്തങ്ങളും ഏകാന്തതയുമാണ് സന്യാസത്തിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് മനസ്സിലാക്കി ആബട്ട് പ്ലാസിഡ് ഈ ചൈതന്യം തൻ്റെ ആശ്രമങ്ങളിൽ സംരക്ഷിച്ചു പോന്നു. സിസിലിയയിൽ 4-5 കൊല്ലമേ ഇങ്ങനെ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ. 546 ആഫ്രിക്കൻ കാട്ടുജാതിക്കാർ സിസിലിയയിലേക്ക് കടന്ന് ക്രിസ്തുമതത്തോടുള്ള വെറുപ്പ് നിമിത്തം പ്ലാസിഡിനെയും കൂട്ടുകാരെയും വാളിനിരയാക്കി. ആശ്രമത്തിന് തീ കൊളുത്തി. ആകെ 30 സന്യാസികളെയാണ് വധിച്ചത്. അവരിൽ പ്ലാസിഡിൻ്റെ 2 സഹോദരന്മാരും 1 സഹോദരിയും കൊല്ലപ്പെട്ടു. വിചിന്തനം: സഹനങ്ങൾ നമ്മെ തരം താഴ്ത്തുകയില്ല, ഉയർത്തുകയുള്ളൂ. കഷ്ടതകൾ നിങ്ങൾക്കൊരു പാഠമാകുന്നു. അവ നിങ്ങളെ നശിപ്പിക്കുകയില്ല. ഈ ലോകത്തിൽ എത്ര കണ്ട് കൂടുതൽ കഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് ഉറപ്പാണ് സ്വർഗം. ഇന്ന് കൂടുതൽ സങ്കടപ്പെടുന്നവർക്ക് കൂടുതലായിരിക്കും ഭാവിയിൽ ആനന്ദം.